ദൂരെ ഈ വഴി വേറെ. എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂ ആയിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്നു നോക്കിയാൽ ഞാൻ അതിനകത്ത് ഓരോ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ എമൗണ്ട് അനുസരിച്ച് അവർ കയറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും, എൻ്റെ അക്കൗണ്ടിൽ കയറും. എന്ന് പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് ലൈവ്, ഒരു എപ്പിക് ഇന്റർവ്യൂ കണ്ടു തീർത്തു മക്കളെ. കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെയും കൂടി അത് കാണിക്കണമെന്ന് തോന്നിയത്. ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഇതൊരു എന്റർടൈൻമെന്റ് വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇടയ്ക്ക് അങ്ങനെയും ഒരു വീഡിയോ വേണമല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ദേവിക മോഹൻ, ആ പേര് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ലെങ്കിൽ കേട്ടോളി. യഥാർത്ഥ പേര് മഞ്ജു എന്നാണ്. പക്ഷെ ആ പേരിന് ഒരു പഞ്ചില്ലാത്തത് കൊണ്ട് മഞ്ജു ചേച്ചിയും വീട്ടുകാരും കൂടി ചേർന്ന് പേര് ദേവിക എന്നാക്കി മാറ്റി. കൂടെ പേരിനൊരു വാലായി അച്ഛന്റെ പേരായിട്ടുള്ള മോഹനും കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇടുക്കിയിലെ തനി നാട്ടുംപുറത്തുകാരിയായ മഞ്ജു ദേവിക മോഹനായി മാറി. ഇനി ദേവിക ചേച്ചിയുടെ പണി എന്താണെന്ന് അറിയണ്ടേ? അതാണ് ഹൈലൈറ്റ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റും തുണി അയച്ച് ലൈവ് ചെയ്യുക, ന്യൂഡ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുക. ന്യൂഡെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂഡ്. ഇതാണ് ചേച്ചിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. തന്റെ ന്യൂഡ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ സ്വന്തമായി വെബ്സൈറ്റ് തന്നെ ഉണ്ട് ചേച്ചിക്ക്. ഇനി അതിൽ കയറി വെറുതെ ഫോട്ടോ കാണാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. നല്ല പൈസ കൊടുക്കണം, എന്നാലേ ചേച്ചി ദർശനം തരികയുള്ളൂ. കഴിഞ്ഞില്ല മക്കളെ, ചേച്ചിയുടെ മഹാത്മത്തെ കുറിച്ച് വിവരിച്ചാൽ തീരില്ല. ചില്ലറ പുള്ളിക്കാരി ഒന്നും അല്ലട്ടോ നമ്മുടെ ദേവിക ചേച്ചി. 3 കല്യാണം കഴിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. 2 പുരുഷന്മാരോടൊപ്പം ലിവിംഗ് ടുഗദർ പറ്റി നോക്കി. ഒരു മലപ്പുറംകാരൻ സുൽത്താനാണ് ചേച്ചിയുടെ നിലവിലെ പാർട്ട്ണർ. ദുബായ് സുൽത്താൻ എന്നാണ് ഇത്ര പുള്ളിക്കാരൻ അറിയപ്പെടുന്നത്. ദുബായ് സുൽത്താനുമായി ഏകദേശം അടിച്ച് പിരിയാറായിട്ടുണ്ടെന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട്. ചേച്ചിയുടെ കൂട്ടുകാരിയുമായി ദുബായ് സുൽത്താൻ ഒരു അവിഹിത ബന്ധമുണ്ടോ എന്ന് ചേച്ചി ഒരു സംശയം. എല്ലാം ചേച്ചി സഹിക്കും, പൊറുക്കും. പക്ഷെ അവിഹിതം പൊറുക്കില്ല മക്കളെ. സോ സുൽത്താൻ എലിമിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ചേച്ചി എന്നാണ് പറയുന്നത്. എന്തായാലും സ്മാർട്ട് ബിക്സ് മീഡിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ചേച്ചിയുടെ വിശദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ദേവിക മോഹൻ 5 പേരുടെ കൂടെ ജീവിച്ച വ്യക്തിയാണെന്നാണ് കേട്ടത്. 5 പേരെന്ന് പറയുമ്പോൾ 3 പുരുഷന്മാരെ കല്യാണം കഴിച്ചു, പിന്നീട് 2 പേരുടെ കൂടെ ലിവിംഗ് ടുഗദർ ജീവിച്ചു. അവസാനം സ്വതന്ത്രമായിട്ട് ജീവിക്കാനും തീരുമാനിച്ച ഒരാളാണ്. സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്ന് തീരുമാനം ഉണ്ട് മനസ്സില്. ഇനി എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിന്റെ വഴി എങ്ങനെയാണോ ജീവിക്കാം. ഇനി സിംഗിൾ ജീവിതം എന്താണെന്നൊന്ന് നോക്കാമെന്നും വിചാരിച്ചിരിക്കുന്നു. കാരണം കൂടെ കൂടിയവരൊന്നും നമ്മളോട് ആത്മാർത്ഥത കാണിക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരാള് വേണ്ട എന്നിങ്ങനെ മനസ്സിലുണ്ട്. അച്ചോടാ പാവണ്ട് ചേച്ചി. 5 ആൾക്കാരെ കൂടി ജീവിച്ചു. 5 പേർക്കും ചേച്ചിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ? ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെ അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. എന്നാലും കിട്ടിയ 5 പേരും ഒരേപോലെ ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശരിക്കും ആരുടെ ഭാഗത്താണ് പ്രശ്നമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ 5 പേരുടെ ഇടയിലും കോമൺ ഫാക്ടർ ചേച്ചിയാണല്ലോ. എന്തായാലും ഇനി അങ്ങോട്ട് സിംഗിൾ ലൈഫ് ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണെന്നാണ് ദേവിക ചേച്ചി പറയുന്നത്. ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ ചേച്ചി. ആരാധകർക്ക് സഹിക്കൂല. ഇപ്പൊ സിംഗിൾ ലൈഫ് എന്നൊക്കെ പറയും. ഇനി കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇനി സന്യസിക്കാൻ പോവുകയാണെന്നൊക്കെ ചേച്ചി പറഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂട്ട ആത്മഹത്യ തന്നെ നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, ബാക്കി ഉണ്ടോക്കാം. ഒരു വിവാഹം കഴിച്ചാൽ തന്നെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. അത് ചിലപ്പോൾ ഡിവോഴ്സ് ആയാൽ അവരുടെ ജീവിച്ചു പോകാൻ, കുടുംബമായിട്ട് കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ വീണ്ടും ഒരു വിവാഹം കൂടെ കഴിക്കും. അതും കഴിഞ്ഞ് വീണ്ടും അടുത്തതിലേക്ക് ചാടി. 1 പഴിച്ച 3 നല്ലേ? 3 കൂടി ശ്രമിച്ചു നോക്കി, 3 നടന്നില്ല. 3 ചീറ്റിയപ്പോ 4മതിലേക്ക് പോയി. 4മതിലൊരു കല്യാണം എന്ന് വിചാരിച്ചല്ല കേട്ടോ, ലിവിങ് ടുഗദർ. ആ സമയത്ത് നമുക്ക് ഈ എന്താ പറയാ, നമുക്കൊരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സമാധാനം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചോളൂ. അല്ലാതെ അതെ, ഒരിത്തിരി ആശ്വാസം, കുറച്ച് സന്തോഷം, ഒരു പൊടിക്ക് സമാധാനം, അത് മാത്രമേ ചേച്ചി ആഗ്രഹിച്ചുള്ളൂ. ഇടയ്ക്കിടെ ഈ ആശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ ചേച്ചി കുറക്കം വരത്തില്ല. അങ്ങനെ ഇത്രയും കാലം ആശ്വാസം തേടിയുള്ള യാത്രയിലായിരുന്നു ചേച്ചി. ആ യാത്രക്കിടയിലാണ് 1, 2, 3 എന്ന് എണ്ണുന്ന ലാഘവത്തോടെ കല്യാണം കഴിച്ചു കൂട്ടിയത്. എല്ലാം ഒരു ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. ബാക്കി ഉണ്ടോക്കാം. തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവളുടെ അതൊക്കെ ഇപ്പൊ ഒരു ഭർത്താവ് ഇട്ടിട്ട് പോകുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പെണ്ണുങ്ങൾ ഇന്നും ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതാണെങ്കിലും ഭർത്താവ് ഇട്ടിട്ട് പോയതാണെങ്കിലും ഒക്കെ അവനവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി. എൻ്റെ അമ്മ പോലും 25 വയസ്സിൽ ഒറ്റപ്പെട്ടു പോയതാണ് എൻ്റെ അമ്മ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് മുതൽ ഞങ്ങൾ 3 പെൺപിള്ളേരെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. 3 മക്കളെയും വളർത്തി അവർക്കൊക്കെ ഓരോ ജീവിതമായി. ഇപ്പോഴും എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. നിങ്ങൾ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചത് ഇടുക്കിയല്ലേ? എവിടെ സ്ഥലം? രാജകുമാരിയാണ്. രാജകുമാരിയില് ഏലത്തോട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന ഏലത്തോട്ടം നമ്മുടെ പറമ്പിൽ തന്നെ ഏലം വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ സ്ഥലത്ത് എസ്റ്റേറ്റുകളിലെല്ലാം ഏലക്ക എടുക്കാനും ഏലത്തോട്ടത്തിൽ പണിക്കും, പിന്നെ എല്ലാത്തരം പണിക്കും, കാട് ചെത്താനും മണ്ണ് കളയ്ക്കാനും
കല്ല് ചുമക്കാനും മണലും ഒക്കെ പോയിട്ടുണ്ട്. കൂലിപ്പണിക്കൊക്കെ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ. വീട്ടു ജോലിക്കും പോയിട്ടുണ്ട്. വീട്ടു ജോലിക്ക് ഹസ്ബൻഡ് ഇട്ടിട്ട് പോയതിന് ശേഷം ആണ് ഞാൻ ആ നാട്ടിൽ നിന്ന് ഒന്നാമത്തെ ഹസ്ബൻഡ് പോകുന്നതും. ആദ്യത്തെ ഹസ്ബൻഡ് പോയതിന് ശേഷം 2 മക്കളെയും കൊണ്ട് കുറെ കഷ്ടപ്പെട്ടു. അന്ന് എത്ര വയസ്സുണ്ടാവും? അന്ന് എനിക്കൊരു 22-23 വയസ്സുണ്ടാവുള്ളൂ. 16 വയസ്സിൽ കല്യാണം കഴിച്ചാണ് ഞാൻ. 17 വയസ്സായപ്പോഴത്തേക്കും മൂത്ത കുഞ്ഞുണ്ടായി. പിന്നെ അവൾക്കൊരു 3 വയസ്സായപ്പോഴത്തേക്ക് ഇളയതുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പോയി. പുള്ളി ഭയങ്കര ഉപദ്രവമായിരുന്നു. കള്ളു കുടിച്ച് നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. നാട്ടുകാരെ ഉപദ്രവിക്കും. ഇന്ന് കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ ഇടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന്റെ ബാക്കി എനിക്കിട്ടായിരിക്കും തരും. അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പുള്ളിക്ക്. ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ? ഈ ഉപദ്രവം എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കാൻ കുറേ നോക്കി. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സ്നേഹിച്ച് കൂടിയ ആളായതുകൊണ്ട് ഞാൻ കുറേ പ്രേം ചെയ്തത്. കുറേ 16 വയസ്സിൽ ഇറങ്ങിപ്പോയിന്ന് എനിക്ക് പറയാം. തലേദിവസം ആദ്യമൊക്കെ വീട്ടുകാർ പറഞ്ഞു സമ്മതിച്ചത് ആ കല്യാണം കഴിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആയപ്പോൾ എല്ലാവരുടെയും മൈൻഡ് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ അങ്ങ് പോയി. പിറ്റേ ദിവസം എല്ലാവരും കൂടി വന്നിട്ട് വിളിച്ച് SNDP വെച്ച് കല്യാണം നടത്തി തരുകയും. സമ്മാനമായിട്ട് 2 ട്രോഫി തന്നിട്ട് പോയി. 2 ട്രോഫി തന്നു. അവതാരകൻ ആള് കൊള്ളാലോ, സമ്മാനമായി 2 ട്രോഫി കിട്ടിയില്ലേ എന്നൊക്കെ. ചേച്ചി വെറും കമ്പിയാണെങ്കിൽ അവതാരകൻ നല്ല ഇലക്ട്രിക് കമ്പിയാണ് മക്കളെ. എന്തായാലും വല്ലാത്തൊരു ജീവിതം തന്നെയായി പോയി ചേച്ചിയുടെ. 16 വയസ്സിൽ ഒളിച്ചോട്ടം, കല്യാണം, കള്ളുകുടയനായിട്ടുള്ള ഭർത്താവ്, അയാളുടെ ഉപദ്രവം, ഇതിനിടയിൽ 2 മക്കളുണ്ടാവുന്നു, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. 18 തികയാൻ കാത്തു നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഒളിച്ചോടാനും കല്യാണം കഴിക്കാനും മുട്ടി നിൽക്കുന്ന കുറെ ആൾക്കാർ. 18 തികയാൻ കാത്തു നിൽക്കായിരിക്കും ഇവര്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചാലുള്ള റിസ്ക് എന്താണെന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ദേവിക ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ല. 16 വയസ്സിൽ കുറച്ച് ആശ്വാസം തേടി ചേച്ചി ഒളിച്ചോടിയതാണ്. എന്നിട്ട് എന്തായി? നരക ജീവിതം നയിക്കേണ്ടി വന്നു. ഈ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടുന്നവർ ഇതൊക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ബാക്കിയാണ് നോക്കാം. ഒന്നാമത്തെ വിവാഹം പോയി, രണ്ടാമത്തേലേക്ക് വന്നു, അത് സക്സസ് ആയില്ല. എത്ര നാളുണ്ടായിരുന്നു കൂടെ? 10 വർഷം. 10 വർഷം ഉണ്ടായിരുന്നു. 10 വർഷം ഉണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായില്ല? കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിലാണ് പോയത്. പാരമ്പര്യം നിലനിർത്താൻ മക്കളില്ല എന്നുള്ള ലെവലിൽ പോയതാണ്. അത് പോകാൻ നേരം പുള്ളി വേറെ ആളെ വെച്ച് തന്നെ ഡൗട്ട് അടിച്ച് പ്രശ്നങ്ങളാക്കി. അത് പുള്ളിയുടെ സ്വന്തം കൂട്ടുകാരനെ തന്നെ പേര് പഴി വെച്ചിട്ടാണ് പോയത്. അതിനുശേഷം 3ാമത് കല്യാണം കഴിക്കുന്നു. 3ാമത് കല്യാണം കഴിച്ചു. അതും സക്സസ് ആയില്ല. പിന്നെ ഇനി കല്യാണം കഴിക്കുന്നില്ല. ഇനി കല്യാണം കഴിക്കുന്നില്ല. ഇനി ആരെയും കല്യാണം കഴിക്കുന്നില്ല. എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒരാളുടെ തണലിൽ നിൽക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഒരാളുടെ കൂടെ ഒരു 6 വർഷത്തോളം നിന്നു. അതൊരു പാലക്കാടുകാരനായിരുന്നു. അയാൾ പോയി. പിന്നെ ഇപ്പൊ ഉള്ളത് ദുബായ് സുൽത്താൻ കേട്ടിട്ടുണ്ടാവും. മലപ്പുറംകാരനാണ്, പക്ഷെ ദുബായ് സുൽത്താനൊപ്പം എത്ര വർഷമായി? സുൽത്താനൊപ്പം 4 വർഷം. 4 വർഷം. അതും ബ്രേക്കപ്പ് ആവുകയാണല്ലേ? ബ്രേക്കപ്പ് ആവാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ചെറിയൊരു രീതിയിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരിയും ആയിട്ടാണ് ഞാനായിട്ട് പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അവളെ പറഞ്ഞു വിട്ടു, ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ കണ്ടു. പിന്നീട് എനിക്ക് എന്തോ 2 പേരെ സംസാരത്തിൽ നിന്നും 2 പേരെ ചാറ്റിങ്ങിൽ നിന്നും 2 പേരെ സംസാര രീതിയിൽ നിന്നെല്ലാം എനിക്ക് എന്തോ സ്പാർക്ക്. ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഓരോ അനുഭവങ്ങളാണ് കൂടെ നിന്ന ആളുകൾക്കെല്ലാം. എൻ്റെ കൂടെ ഇതിന് മുന്നേ നിന്ന ലിവിങ് ടുഗദറിന് ആണുങ്ങളോടും ട്രാൻസ്ജെൻഡേഴ്സിനോടുമായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. പലതും ഞാൻ ഫോണിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ ഫോണിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലിവിങ് ടുഗദർ, അവന്റെ പാലക്കാടുകാരൻ ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിയുടെ ഫോണിനകത്തുനിന്ന് ഞാൻ പലതും കണ്ടുപിടിച്ചു. ലൊക്കേഷൻ വരെ ഞാൻ ഇല്ലാത്ത സമയത്ത് അയച്ചു കൊടുത്തിട്ട് ആണുങ്ങൾ വന്ന ചരിത്രമുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ ആണുങ്ങളുമായിട്ടുള്ള പുരുഷന്മാരുമായിട്ടും പുള്ളിക്ക് ബന്ധം, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ബന്ധം. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനൊരു പെണ്ണായിട്ട് പോലും എന്നോട് അത്രയും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി മറ്റ് ഇതിനോടാണ് താല്പര്യം തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി ചേച്ചി. എല്ലാം തികഞ്ഞ് ചേച്ചി ഒരു പെണ്ണായി പൊര നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ പോങ്ങൻ ആണുങ്ങളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും പിറകെ പോയത്. പൊട്ടൻ എന്ന് പറഞ്ഞ ഭൂലോക പൊട്ടൻ, അവനൊക്കെ ഒഴിവാക്കിയത് നന്നായി. എന്തായാലും ചേച്ചിയുടെ ഒരു അവസ്ഥ നോക്കണം. ആദ്യത്തെ ഭർത്താവ് മുഴുത്ത കള്ളുകൂടിയായിരുന്നു, ഉപദ്രവകാരി. 2ാമത്തെ ഭർത്താവിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ചു. പക്ഷെ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസാനം അയാൾ അവിധം ആരോപിച്ചുകൊണ്ട് ചേച്ചിനെ ഉപേക്ഷിച്ചു പോയി. 3ാമത്തെ ആൾ എന്തായിരുന്നു ആവോ, മറന്നുപോയി. കുറെ ഉണ്ടല്ലോ, അത് പോട്ടെ. ഇനി 4ാമത്തത് നോക്കാം. 4ാമത്തെ ആൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങളോടും ട്രാൻസ്ജെൻഡേഴ്സിനോടുമാണ് താല്പര്യം. അങ്ങനെ 5ാമതായി
ദുബായ് സുൽത്താൻ തന്നെ ചേച്ചിക്ക് ആശ്വാസം നൽകാൻ വേണ്ടി വന്നു. പക്ഷെ സ്വന്തം കൂട്ടുകാരോട് തന്നെ അവിഹിതം ഉണ്ടാക്കി സുൽത്താൻ ചേച്ചിയും ചതിച്ചു. എന്തായാലും ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആണുങ്ങളും കൊള്ളാം, ചേച്ചിയുടെ കൂട്ടുകാരികളും കൊള്ളാം, എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ. ഒരു ഇത്തിരി ആശ്വാസം കൊള്ളാൻ ആ പാവത്തിനെ സമ്മതിച്ചില്ലല്ലോ ദ്രോഹികളെ. ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് ഞാനുണ്ട്. സോറി, അങ്ങനല്ല ഉദ്ദേശിച്ചത്, നമ്മളെല്ലാരും ഉണ്ട്. ചേച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. അങ്ങനെ പിന്നെ അവന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറെ നാളുകളായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. ഞാൻ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോ, തീരുമാനമായി, വേണ്ട. ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുള്ളൂ, നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഭർത്താക്കന്മാർ എത്ര വൃത്തികെട്ടന്മാരായിക്കോട്ടെ, എത്ര ഇതായിക്കോട്ടെ, എന്നാലും നമ്മൾ അവരെ വെച്ചിട്ട് ഒരു കാരണവശാലും വേറൊരു ഇതിൽ പോകാൻ പാടില്ല. വേണ്ടേ? ഈ 5 പേരുമായിട്ട് താമസം എന്ന് പറഞ്ഞില്ലേ, ഈ 5 പേര് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തരും പല പല ഘട്ടങ്ങളിലും പല പല വർഷങ്ങളിലുമാണ് കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത്. ഇവരുണ്ടായിരുന്നപ്പോ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിന് താങ്കൾ പോയി? ഞാൻ പോയിട്ടില്ല, എനിക്ക് അങ്ങനത്തെ താല്പര്യം ഇല്ല. ഇന്നിപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടാവാം, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഞാനൊരു പെണ്ണാണ്, വികാരവും വിചാരവും ഒക്കെ ഉള്ളൊരു പെണ്ണാണ്. എനിക്ക് ചിലപ്പോൾ ആരോടെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടായിരിക്കാം, ഞാൻ പോയിട്ടുണ്ടായിരിക്കാം, ഇതൊക്കെ ഓക്കെ. പക്ഷേ എൻ്റെ കൂടെ ഒരാളൊരുത്തനുള്ള ഒരു സമയത്ത് ഞാൻ ആരെയും തപ്പി പോകാറില്ല, എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ 4 വർഷമായിട്ട് എൻ്റെ കൂടെ സുൽത്താനുണ്ട്, ഇന്ന് വരെ ഞാനൊരു മനുഷ്യജീവിനെ തപ്പി പോയിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. ഈ ചേച്ചിയുടെ ആ എത്തിക്സ് നോക്കി നോക്കി നിങ്ങൾ. ഈ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു കയ്യടി ഉണ്ട് കേട്ടോ. 5 കെട്ടിയാലെന്താ, ന്യൂഡ് ലൈവ് ചെയ്താലെന്താ, അവിഹിതത്തിന് പോയില്ലല്ലോ. ചേച്ചി ഒരു തങ്കക്കുടം തന്നെ. ഇവിടെ എല്ലാം തികഞ്ഞ ഭാര്യമാരും ഭർത്താക്കന്മാരുമായി അഭിനയിച്ചിട്ട് തക്കം കിട്ടിയാൽ അവിഹിതത്തിന് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചേച്ചിയെ കണ്ടു പഠിക്കണം. ഞാൻ എനിക്ക് തോന്നുന്ന ആണുങ്ങളുടെ കൂടെ കിടക്കും, കിടന്നിട്ടുമുണ്ട്. പക്ഷെ എന്റെ കൂടെ ഒരു പുരുഷൻ ഉണ്ടായിരിക്കുക, ഞാൻ വേറൊരു പുരുഷനെ തേടി പോവില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. കള്ളത്തരം കാണിക്കുന്നതിലും സത്യസന്ധത വേണമെന്ന് പറയുന്നത് കേട്ടില്ലേ, അതുപോലെയാണ് ചേച്ചിന്റെ കാര്യം. ഈ കാര്യത്തിലും ചേച്ചി കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര എത്തിക്സ് തന്നെയാണ് കേട്ടോ. ബാക്കി ഉണ്ടോക്കാം. ഇൻസ്റ്റാഗ്രാമുകളിൽ ഒരുപാട് ഓപ്പൺ ചെയ്ത് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കുറേ ഫോട്ടോസ്, ന്യൂഡ് ഫോട്ടോസ് ഒരുപാട് വരുന്നു. അത് ശരിക്കും ഗ്രാഫിക്സ് ഒന്നും അല്ലല്ലോ, നിങ്ങൾ നേരിട്ട് തന്നെ ഫോട്ടോ ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. നാണക്കേട് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ സെമി ന്യൂഡിൽ ഞാൻ ഫോട്ടോഷൂട്ട് മാത്രം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനൊരു കാരണമുണ്ട്. എൻ്റെ സുൽത്താൻ ഒരു ചെറിയൊരു കേസിൽ വിട്ട് ജയിലിൽ പോയ സമയത്ത് എനിക്ക് അവൻ തെറ്റ് ചെയ്യാതെ പോയതായതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫീലിങ്സ് വന്നത്. തെറ്റ് ചെയ്താണെങ്കിൽ എനിക്ക് അതിൻ്റെ പിന്നാലെ വരാൻ സമയമില്ലാന്ന് തന്നെ ഞാൻ പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവൻ്റെ അത് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് 100%, 1000% ബോധ്യമായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ട് പോലും ദുബായിൽ പണയം വെച്ചിട്ട് ഞാൻ പൈസ കൊടുത്തു, അത് കൊടുത്തു, ഒരുപാട് കടം മേടിച്ചു കൊടുത്തു. എന്നിട്ടൊന്നും അതിൽ നിന്നൊന്നും ഒരു പറ്റണില്ല. കാരണം അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ഒരാളുടെ ജോലിയും കൊണ്ട് മാത്രം കഴിഞ്ഞു കൂടുന്ന ആളുകളാണ്. വാടകയ്ക്കാണ്, അപ്പോൾ വാടക ഇട്ട് കൊടുക്കണം, കുടുംബത്തിലെ ചെലവിട്ട് കൊടുക്കണം, എല്ലാം ചെയ്തു. വാടക ഇട്ട് കൊടുക്കണം, കുടുംബത്തിലെ ചെലവിട്ട് കൊടുക്കണം, ഒരു പെങ്ങളൂട്ടി പഠിക്കണ്ടായിരുന്നു, അതിൻ്റെ ഫീസ് കൊടുക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമായിരുന്നു. ആരും നോക്കാനില്ല, ഒരാളും ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥത കാണിച്ചു. അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, ഇവിടെ വന്നു, പുള്ളിനെ പോയി കണ്ടു, ഫോൺ നമ്പറെല്ലാം ജയിലിൽ എഴുതി കൊടുത്തു. പിന്നീട് മുതൽ എന്നെ ഡെയിലി ഓരോ 2 മിനിറ്റ് വെച്ച് വിളിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഒരു ആശ്വാസം, വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആശ്വാസം. അങ്ങനെ ഞാൻ പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചെയ്തതാണ് ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഫോട്ടോസുകൾ ഇഷ്ടമുള്ളവർ തുറന്ന് നോക്കിയാൽ ഞാൻ അതിനകത്ത് ഓരോ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ എമൗണ്ട് അനുസരിച്ച് അവർ കയറി കാണുമ്പോൾ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും, എൻ്റെ അക്കൗണ്ടിൽ കയറും. എന്ന് പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് ലൈവ് പോകാറുണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂഡ് ലൈവ് ആയിരിക്കും, ഫേസ് ഉണ്ടാവില്ല. അങ്ങനെ ലൈവ് ഒരു സമയം എത്ര പേര് കാണും? ഒരേ സമയം 70 പേരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 70 പേര് ഒരേ സമയം കാണും. ഞാൻ ഇന്ന ടൈമിൽ ലൈവ് വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഒരു ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് വരുന്നതാണോ അതോ എന്താണ്? എനിക്കറിയില്ല വിവരം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ തുണി അയച്ച് ആടും. ലൈംഗിക ദാരിദ്ര്യമാണോ എന്ത് കോപ്പാണെന്നൊന്നും എനിക്കറിയില്ല. കുറെ പൊട്ടന്മാർ അത് വന്ന് കാണും, എനിക്ക് പൈസ കിട്ടും. എന്തായാലും എന്ത് ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും കൂടിയാണ് ചേച്ചി ഇതെന്ന് പറയുന്നത് നോക്കൂ. ഇതൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി നാണം പോലും ആ മുഖത്ത് വരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും സ്വന്തം സുൽത്താനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചേച്ചി ലൈവും പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് ആരും മറക്കരുത്. ഒരു വലിയ ത്യാഗമാണ് ചേച്ചി ഇവിടെ ചെയ്തത്. എന്നിട്ട് തിരിച്ചു കിട്ടിയത് എന്താ? വഞ്ചന, കൊടും വഞ്ചന. ദുബായ് സുൽത്താന് തനി ഗുണം കാണിച്ചില്ലേ? നിനക്ക് വേണ്ടിയിട തെണ്ടി ഞങ്ങളുടെ ചേച്ചി
തൂണി അയച്ചാടിയത്. എന്നിട്ടും ആ പാവത്തിന് നീ ചതിച്ചു. ഒരു ഇറ്റ് കണ്ണീര് വീഴ്ത്താതെ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കണ്ടു തീർക്കാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല, കഴിയില്ല. എനിക്കറിയാം. ബാക്കിയുണ്ടോ? എല്ലാവർക്കും ഭാര്യമാരും കുടുംബവും ഒക്കെ ഉള്ളവരായിരിക്കും, ആയിരിക്കാം. അതോ അല്ലയോ, ആരാണ് ബുക്ക് ചെയ്യുന്നതിന് പേര് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറെ പേരായിരിക്കും, അപ്പോൾ വരുന്നത് വേറെ പേരായിരിക്കും. അപ്പൊ ആരാണ് വന്നത്, എന്താണ് ഒന്നും നമുക്കറിയില്ല. അവർ വരുന്നു, കാണുന്നു, നമുക്ക് പൈസ, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ആരുമായിട്ടും യാതൊരു കണക്ഷനും വേണ്ട. അങ്ങനെ പൈസ അല്ലല്ല, എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല. ഇല്ല, അയ്യോ, വേറെ സ്ഥലത്ത് കിടക്കാൻ പോകുന്ന കാര്യം മാത്രം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവനെ ഇപ്പോഴും ഇവനെ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനാണ്. ഇപ്പോഴും ഈ ഇരിക്കുന്ന നിമിഷം വരെ അവനാണ് എന്റെ ജീവൻ. അപ്പൊ അതുപോലെ ഞാൻ ആരും എന്റെ കൂടെ ഇത്രയും പേര് നിന്നിട്ടുണ്ടെങ്കിലും എന്താ അവതാരക ഒരു അളക്കം, എന്തൊരു വെള്ളമറക്കലാണ് ചങ്ങായി ഇത്. അപ്പൊ അതുപോലെ ഞാൻ ആരെയും എന്റെ കൂടെ ഇത്രയും പേര് നിന്നിട്ടുണ്ടെങ്കിലും ആ വെള്ളം മറക്കുന്നത് കാണാൻ എന്താണ് ഒരു ചെയ്യല്. ദേവിക ചേച്ചിന്റെ വർത്താനം കേട്ട് ഇയാൾ കമ്പിയായെന്ന് തോന്നുന്നു. ഇനി സുൽത്താന് ശേഷം ചേച്ചിയെ ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ഉണ്ടോ ചേട്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ആ പാവം ചേച്ചി ഇനിയും ചതിക്കരുത്. ഒരുപാട് വഞ്ചനകൾ ആ പാവം ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഇനി സിംഗിൾ ലൈഫ് മതിയെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എവിടുന്നെങ്കിലും ഒരു ഇത്തിരി ആശ്വാസം കിട്ടാനുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെറിയൊരു ഇളക്കം വരും. അപ്പൊ പിന്നെ സിംഗിൾ ലൈഫ് ഒക്കെ മറക്കും. അത് മുതലാക്കാൻ ആരും ശ്രമിക്കരുത്. പാവാണ്, ചതിക്കരുത്. ബാക്കിയുണ്ടോ? ഈ തുറന്ന ക്ലാസ്സിൽ പറയുമ്പോ ഇതാരെങ്കിലും ബന്ധുക്കൾ, സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കളൊക്കെ കേൾക്കുന്നുള്ള ഒരു പേടിയില്ലേ? ഒരു പേടിയില്ല. എന്റെ മക്കൾക്ക് അറിയാവുന്ന ആളുകൾ മാത്രമാണ് എന്റെ കൂടെ ജീവിച്ചിരുന്നത്. ഇപ്പോഴും എന്റെ മക്കളുമായിട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ് ഈ സുൽത്താൻ എന്ന് പറഞ്ഞത്. എന്റെ മകനായിട്ട് കോണ്ടാക്ട്, എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്റെ മക്കൾ അവനെയാണ് വിളിക്കുക, അവനെയാണ് കോണ്ടാക്ട് ചെയ്യുക. എന്തെങ്കിലും പൈസയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും അവൻ മക്കൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാം. അതുപോലെ ഞാനും അവനും അതുപോലെ അവന്റെ വീട്ടിലേക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ പ്രതിസന്ധികൾ ഒരുപാട് വന്നല്ലോ, വന്ന സമയത്ത് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി? ഇതുവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലരും കൈമുറിക്കും, കാലി മുറിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവങ്ങളുണ്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ജീവിതം ജീവിച്ചു തീർക്കും. ഇത്രയും അനുഭവിച്ച സ്ഥിതിക്ക് ഇനി ഇത്രയും നാളും കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണ് സ്പിരിറ്റ്. കണ്ടു പഠിച്ചോളി മക്കളെ. ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവര് ചേച്ചിയെ കണ്ടു പഠിച്ചോളി. ഒരു ഘട്ടത്തിൽ പോലും ചേച്ചി ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല എന്നാണ് ചേച്ചിന്റെ ഒരു ഇത്. കാരണം കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ചേച്ചിക്ക് ആശ്വാസം പകരാനായി ഓരോരുത്തരും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുണ്ടോക്കാം. എന്നെ പോലെയുള്ള ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കിയാ വണ്ടാരമേന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതൊക്കെ പൊക്കോട്ടെ, ഏതെങ്കിലും പൊക്കോട്ടെ. നീ വീഡിയോ അല്ല, ഫോട്ടോ അല്ല, എന്താണ് ഞാൻ പറയും. കാരണം എനിക്കതിനുള്ള ധൈര്യമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്ത ചില പെൺപിള്ളേരുണ്ട്. ചിലതുങ്ങൾ ആത്മഹത്യയും, ചിലതുങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാണ്ട് വട്ടുപിടിക്കും. ഇതുങ്ങളൊക്കെ ഇവന്മാർക്ക് ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊണ്ടുപോയി കീഴ്പ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെയാണ് ഇത് പറയാം. എന്തായാലും ദേവിക മോഹനെ ഒരാളും ബലാത്സംഗം ചെയ്യില്ല. എന്നെ ഒരാളും ബലാത്സംഗം ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞാൻ പോയി കിടന്നു കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്റെ അടുത്തുനിന്ന് ഇപ്പൊ എത്ര പേര് പോയി? ഇവരൊക്കെ എന്നെ 1 വർഷവും 2 വർഷവും 10 വർഷവും എന്റെ കൂടെ ജീവിച്ചിട്ട് പോയ ആൾക്കാരാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരാതി പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയി അവരുടെ കൂടെ ജീവിച്ച്, പിന്നെ അവരവരെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞിട്ട് ഞാൻ അവരോട് നിങ്ങൾ എന്നെ പീഡിപ്പിച്ചില്ല, ഞാൻ പരാതി കൊടുക്കും. പരാതി കൊടുക്കുന്നു, അവരെന്നെ പീഡിപ്പിച്ച് ഇങ്ങനെ കാണിച്ച് 7 വർഷം പീഡിപ്പിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റൂ. 7 വർഷം ബലാത്സംഗം ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേച്ചി ആർക്കും ബലാത്സംഗം ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതിന്റെ കാരണമായി പറഞ്ഞ സംഗതിയാണ് രസം. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി കിടന്നു കൊടുക്കും. അതുകൊണ്ട് എന്നെ ആർക്കും ബലാത്സംഗം ചെയ്യാൻ കഴിയില്ലെന്നാണ് ചേച്ചി പറയുന്നത്. അല്ല ചേച്ചി, ഈ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെ ചെയ്യുന്ന സംഗതിയല്ല, ബലം പ്രയോഗിച്ച് ചെയ്യുന്നതിനാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അല്ല, ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിടന്നു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇഷ്ടമില്ലെങ്കിൽ കിടന്നു കൊടുക്കില്ലെന്ന് അർത്ഥം. അങ്ങനെ ഇഷ്ടമില്ലാത്ത സമയത്ത് ഇഷ്ടമില്ലാത്ത ആളുകൾ ബലം പ്രയോഗിച്ച് ആക്രമിക്കുന്നതിനാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ചേച്ചിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ചേച്ചി എന്നല്ല, ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാം ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആക്കി എടുത്താൽ മതി. എന്തായാലും നമ്മുടെ ദേവിക ചേച്ചി ദുബായ് സുൽത്താനുമായി ഒന്നിക്കുമോ അതോ സിംഗിൾ ലൈഫിലേക്ക് തിരിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.